പ്രളയമൊക്കെ നടക്കുന്ന സമയത്ത് ആ ടയറൊക്കെ അങ്ങനെ പൊന്തിക്കൊണ്ടല്ല ആ ചളിയിൽ ആ വണ്ടികളൊക്കെ പോകുന്നത്. ഇപ്പോൾ വണ്ടി കമ്പനീസ് ഇറക്കണ്ടല്ലോ മോഡിഫിക്കേഷനോടെ. കാരണം കൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് സംഭവിക്കുന്നത്. മോഡിഫിക്കേഷൻ കാരണം നമ്മുടെ കേരളത്തിൽ മോഡിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടോ വണ്ടികൾക്ക്? എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്ക് ബേസിക്കായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഇത് അത് ബേസിക്കായിട്ടുള്ളത് തന്നെയാണ് നല്ലത്. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചിലവർ ഗ്ലാസ്സിൽ വന്നിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്നത് എല്ലാവർക്കും ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഈ ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ കുനിഞ്ഞിരുന്ന് ഓടിക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ കിട്ടിയില്ല എന്ന് വരും. അതൊക്കെയാണ് മെയിനായിട്ട് അവർ പറയുന്നത്. അവർ നമ്മുടെ സേഫ്റ്റിക്കാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളും ഇപ്പോഴത്തെ ന്യൂ ജനറേഷനുള്ള ആൾക്കാരും മോഡിഫിക്കേഷൻ വേണം, അവരുടെ താല്പര്യമാണ്, അവരുടെ സ്വന്തം വണ്ടിയാണ്. കാരണം കൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് സംഭവിക്കുന്നത്. മോഡിഫിക്കേഷൻ കാരണം അതാ അവരെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചല്ലേ മോഡിഫിക്കേഷൻ. ഇപ്പോൾ എനിക്ക് മോഡിഫിക്കേഷൻ വേണ്ട, നേരെ വെച്ച് വേറെ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ മോഡിഫിക്കേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. അപകടമുള്ള മോഡിഫിക്കേഷൻ അല്ലേ അപകടം വരുന്നത്. അപകടം ഇല്ലാത്ത മോഡിഫിക്കേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ. തെറ്റില്ല. അപ്പോൾ അങ്ങനത്തെ മോഡിഫിക്കേഷൻ ചെയ്യാലോ. ചിലവർക്ക് അവൻ്റെ ഇഷ്ടത്തിന് വണ്ടി ആക്കണം എന്നുള്ളൊരു കളറും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അവരിക്കും അവരും എടുക്കുന്ന വണ്ടിയല്ലേ, അവർക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. പിന്നെ കുറേ ഈ സൗണ്ടും കാര്യങ്ങളും അതൊക്കെ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് അതൊക്കെ നിരോധിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അതൊന്നും വേണ്ട. ഓക്കെ, ഈ വണ്ടികൾ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങൾ? പ്രളയമൊക്കെ നടക്കുന്ന സമയത്ത് ആ ടയറൊക്കെ അങ്ങനെ പൊന്തിക്കൊണ്ടല്ല ആ ചളിയിൽ ആ വണ്ടികളൊക്കെ പോകുന്നത്. അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ്. പിന്നെ ഈ സൗണ്ട് പ്രശ്നമൊക്കെയാണ്.